അമ്മേ ഞാൻ ഇപ്രാവശ്യം വാർഡിൽ ഇലക്ഷന് മത്സരിക്കാൻ പോവാണ്. കേട്ടില്ല എന്നുണ്ടോ? നീ മരുന്നൊന്നും മാറി കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ സീരിയസ് ആണ്. ആ തക്കാളിയൊന്നും അരിഞ്ഞു തന്നെ. അതാണ് ഇവിടുത്തെ വലിയ കാര്യം. എന്താ നിന്റെ പ്രശ്നം? അമ്മേ, ഈ പഞ്ചായത്തിൽ ഒന്നിരാടമാണ് കുടിവെള്ളം എത്തുന്നത്. രാത്രി നടന്നു പോകാനാണെങ്കിൽ ഇവിടെ നല്ലൊരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. വേസ്റ്റ് ബിന്നുണ്ടോ? ഇവിടെ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ട്. അവിടെ ആണെങ്കിൽ ആവശ്യത്തിന് നഴ്സുമാരും ഇല്ല. പിന്നെ ഒരു റേഷൻ കടയുണ്ട്. അതാണെങ്കിൽ ആ വാർഡിന്റെ അങ്ങേ അറ്റത്തും. പ്രിയ, അതിന് നിനക്കെന്താ? എനിക്കറിഞ്ഞൂടാ. ഞാൻ എന്തായാലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇപ്രാവശ്യം മത്സരിക്കാൻ പോവാം. അത്ര എണീറ്റിട്ടില്ല. മുകളിലേക്ക് വിട്ടോ. താങ്ക് യു. ഇലക്ഷൻ പ്രസംഗം ഒന്നുമില്ല ചേച്ചി? ഒന്ന് പോയടാ. അജിയ, എന്താ രാവിലെ തന്നെ നിനക്ക് ഇതാണ് പണി? കാര്യം പറഞ്ഞു. പൊട്ട, ഈ ഇലക്ഷന് വള്ളിക്കെട്ട് പഞ്ചായത്തിലെ 14-ാം വാർഡിൽ മത്സരിക്കുന്ന ആരാന്ന് അറിയോ? എന്റെ അച്ഛൻ. നിന്റെ അച്ഛനെതിരെ ആരാ മത്സരിക്കുന്ന അറിയോ? ആരാ? പ്രിയ. പ്രിയ എനിക്കിഷ്ടമാണ്. എനിക്കിഷ്ടല്ല. കഷ്ടമുണ്ട് കേട്ടോ. തന്നെ കൊണ്ട് എനിക്കാണ് കഷ്ടം. അല്ലേലും അവള് മിടിക്കുക. അയ്യോ, അപ്പൊ അവൾ എന്റെ അച്ഛൻ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ മത്സരിക്കുന്നത്? കഴിഞ്ഞില്ല. നിന്റെ അച്ഛന്റെ പേര് പ്രിയൻ, അവളുടെ പേര് പ്രിയ. അപ്പൊ നിന്റെ അച്ഛന്റെ അപര സ്ഥാനാർത്ഥി നിന്റെ കാമുകി. അയ്യോ, അപരി. നിന്റെയൊക്കെ കൂട്ടുകാരി ഞങ്ങൾക്കൊരു മത്സരിക്കുന്ന കേട്ടല്ലോ. പ്രിയ അല്ലേ? അങ്ങനെയൊന്നുമല്ല, അവള് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ഇതിന്റെ പിന്നിൽ പാർട്ടി തന്നെ. അല്ലാണ്ട് പെട്ടെന്ന് രാഷ്ട്രീയ അവൾക്ക് കടന്നു വന്നു. അവള് മത്സരിക്കുന്നതിന് നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? പേടിയോ? തിന്നിട്ട് എണീറ്റ് പോടാ. അല്ല, ചേച്ചി എന്ത് ഇപ്രാവശ്യം മത്സരിക്കാത്ത? അഴിമതി ആരോപണം. രാഷ്ട്രീയത്തിൽ ഇതൊക്കെ പതിവാ. എന്തായാലും പ്രിയൻ വേഴ്സസ് പ്രിയ കൊള്ളാല്ലേ? ഇങ്ങനെ ഇളിച്ചോണ്ടിരിക്കരുത്. ഇപ്രാവശ്യം എനിക്ക് പകരം മത്സരിക്കാൻ അച്ഛനാന്നുള്ള ബോധം വേണം. ഒരു റഫ് ഇമേജ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ മാത്രം ചിരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഇപ്രാവശ്യം പൊട്ടും. അപരം കളിച്ച് അച്ഛനെ കാര്യം ഇവിടെ തോറ്റ ഞാനാരാന്ന് അവൾ അറിയും. പ്രിയ വേണ്ട, പൊളിറ്റിക്സ് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അല്ല, ഇതൊക്കെ പറയാൻ നീ ആരാണ്? അല്ല, നിന്റെ ചേച്ചി ഉണ്ടല്ലോ, അവൾ എന്ത് പ്രവർത്തനമാണ് ചെയ്തത്? ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലോ. നിങ്ങളുടെ വീട് വെച്ചല്ലേ? അല്ല, അമ്പലക്കടവിലേക്കുള്ള റോഡ് ഇന്റർലോക്ക് ചെയ്തു. ആ വഴി എവിടെയായിരുന്നു ചെന്ന് അവസാനിക്കുന്നത്? എവിടെ? നിന്റെ ചേച്ചി മേടിച്ച പുതിയ സ്ഥലത്തോട്ട്. അല്ല, അപ്പൊ കാലിത്തീറ്റ സൗജന്യമായിട്ട് വിതരണം ചെയ്തു. അജയ, ഈ നാട്ടിലെ ഏക പശു ഫാം ഉള്ളത് നിന്റെ അച്ഛനാണ്. നീ മത്സരിക്കുക. കുട്ടിക്കാലം മുതലേ നിന്റെ പുറകെ നടക്കുന്നതിന്റെ ഒരു സ്നേഹം എന്നോട് കാണുമെന്ന് എനിക്ക് തോന്നി. പോയാ. അല്ല, അപ്പൊ എന്നോടുള്ള പ്രേമമൊക്കെ തീർന്നോ? എന്റെ പ്രേമത്തിന് രാഷ്ട്രീയമല്ല പ്രിയ. എന്നാ ഞാൻ തനിക്കൊരു ഓഫർ തരാം. ഈ ഇലക്ഷന് നീ എന്റെ കൂടെ നിൽക്കണം. ഞാൻ ജയിച്ച പിന്നെ പ്രിയ അജയന് സ്വന്തം. വാക്ക് മാറില്ലല്ലോ. എനിക്ക് ഒറ്റ തന്ത ഒറ്റ വാക്ക്. കേട്ടാ, നിങ്ങളുടെ മോനവിടെ എന്താ കാണിക്കണം നിങ്ങൾ അറിയുന്നുണ്ടോ? എന്താണ് നമ്മുടെ പഞ്ചായത്തിലെ അടിസ്ഥാന പ്രശ്നം? ഈ പഞ്ചായത്ത് ഒരു ബീവറേജ് ഇല്ല, ബാറും ഇല്ല, ആകെയുള്ളത് ഒരു ഷാപ്പ്. അവിടെ ആണെങ്കിൽ അടിസ്ഥാന സൗകര്യവും ഇല്ല. ടച്ചിങ്സ് മോശം. മതി മതി. ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം ആരോഗ്യ മേഖലയാണ്. നമ്മൾ ഇവിടെയുള്ള ഈ ഓടയും ചാലുകളും ഒക്കെ പോയി വൃത്തിയാക്കണം. രണ്ട് തമിഴന്മാർ വെക്കാം. തമിഴന്മാരൊന്നും അല്ല, നമ്മൾ ചെയ്യണം. ഇപ്പൊ നമ്മളെ ഇത് നാട്ടുകാരെങ്ങനെ അറിയും? അതിനുള്ള വഴിയാണ് സോഷ്യൽ മീഡിയ. നമ്മുടെ ഡെയിലി പ്രവർത്തനങ്ങളും നിലപാടുകളും സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ എനിക്കാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ 700 ഫോളോവേഴ്സും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇട്ടാലും നാട്ടുകാർ കാണും. എന്താ? ഞാൻ ജംഗ്ഷൻ വരെ. സോറി, ഞാൻ പരിചയമില്ലാത്തൊരു വണ്ടിയുടെ ബാക്കിൽ കയറ്റാറില്ല. ഒത്തില്ല. അവളുടെ വണ്ടി കയറാനല്ലോ, അതോ അവളുടെ ബാഗ് കയറും. നമ്മൾ ഇനി മുതൽ പുതിയ മനുഷ്യരാണ്. വി ആർ പൊളിറ്റീഷ്യൻസ്. മോൻ അവൾക്ക് വേണ്ടി പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങുമായിരിക്കും അല്ലേ? ആണെ നിനക്കെന്താ? ചേച്ചി ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നാ മതി കേട്ടെ. അവളോട് പറഞ്ഞേക്ക്, അവൾക്ക് ചേച്ചിയുടെ ഒക്കെ നല്ലൊരു പണി വരുന്നുണ്ടെന്ന്. എന്താ നിന്റെ ഉദ്ദേശം? ഓടാ. എന്തോ വലുത് വരാനിരിക്കുന്നുണ്ട് കേട്ടാ. അവളായിട്ടൊന്നും പറയാൻ പറ്റില്ല. എന്റെ അച്ഛൻ എങ്ങനെ ഇലക്ഷൻ എന്ന് നിനക്കറിയൂ? അച്ഛാ, എന്താ മോളെ? എനിക്ക് ഇപ്രാവശ്യം ഇലക്ഷൻ നിൽക്കാൻ പറ്റൂല. അതൊരു ചെറിയൊരു അഴിമതി ആരോപണം. കഷ്ടായി പോയി. ഇപ്രാവശ്യം എനിക്ക് പകരം അച്ഛൻ മത്സരിക്കണം. ഞാനോ? അച്ഛൻ മത്സരിച്ചേ പറ്റുള്ളൂ. അതൊന്നും ശരിയാവൂല. അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാനിപ്പോ ചാടും. മോളെ വേണ്ട. എന്നെ അറിയാലോ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും.
ഇലക്ഷൻ ഞാൻ നിൽക്കണം, അത്രയേ ഉള്ളൂ. ഞാൻ നിൽക്കാം. ഷീസ് എ ബോൺ സൈക്കോ. പ്രിയനെ കൊല്ലാൻ പോലും അവൾ മരിക്കില്ല. അമ്മ സമാധാനം ഇല്ലേ നിനക്ക്? അവളുടെ ഒരു രാഷ്ട്രീയവും വോട്ട് കൊടുത്തു. എന്താ ഉണ്ടായേ? കുറെ വെള്ളം ഇട്ട കാലമാടന്മാര് വന്ന് എല്ലാം നശിപ്പിച്ചു. അല്ലെങ്കിൽ ഒരു അപ്പണിന്റെ വീട് ആക്രമിക്കാന്നൊക്കെ പറയുമ്പോ അത് ഇച്ചിരി കടന്ന കൈയല്ലേ? ബിബിക്ക് അക്കൗണ്ടിൽ മാസം കൃത്യമായിട്ട് പൈസ വരുന്നില്ലേ? ഉണ്ട്. അപ്പൊ കൂടുതൽ സാമൂഹ്യ സേവനമൊന്നും വേണ്ട, പറയണം അങ്ങോട്ട് ചെയ്താൽ മതി. മനസ്സിലായോ? അജയ, അജയ നിക്ക്. അച്ഛവളത്ത് ചെയ്തെന്നറിയോ? ആളെ വിട്ട് പ്രിയയുടെ കൂടെ അടിച്ചു ചേർത്ത്. അതിന് നിനക്കെന്താടാ? നിർത്തി രണ്ടുപേരും. ഞാൻ നിങ്ങളുടെ ആരാടാ? അച്ഛൻ. ഭാഗ്യം, അതറിയാം. ഇനി ഞാൻ പറയുന്നത് കേക്ക്. നിങ്ങൾ രണ്ടുപേരും എന്ത് വേണമെങ്കിലും കാണിച്ചോ, പക്ഷെ വഴക്കിടരുത്. നീ വലിയ നേതാവൊക്കെ കാണാൻ എനിക്കിഷ്ടമാണ്. അതുപോലെ നീ സപ്ലിക്ക് എഴുതിയെടുത്ത് വലിയ ജോലിക്കാരനായി കാണാനും എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞാൽ തന്തയല്ലയോടാ ഞാൻ. അത് ഓർത്തിട്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും എൻ്റെ മുന്നിൽ വഴക്കിടരുത്. രണ്ടുപേരും ഹാപ്പിയായിട്ട് കൈ കൊടുത്തേ. അധികാരം തലയ്ക്ക് പിടിച്ചിരിക്കുക. നീയൊക്കെ ജയിച്ച ഈ നാട് മൂടിയോടി. ഞാൻ മുടിപ്പിച്ചിട്ടുണ്ടെങ്കിലേ അതിന്റെ ഒരു ഓഹരി നീ തന്നിട്ടുണ്ടടാ. അതുകൊണ്ടേ ഇത്തവണ നീ ജയിക്കേണ്ട. ഞാൻ ജയിപ്പിക്കത്തില്ല. നീ എന്താന്ന് വെച്ചാൽ പോയി ചെയ്യും. കാണാടി. കാണാടാ. ഒരുപാട് വാഗ്ദാനങ്ങളൊന്നും വേണ്ട, പറ്റുന്നത് മാത്രം പറയണം. പറ്റുന്ന പോലൊക്കെ അത് ചെയ്ത് കാണിക്കുകയും വേണം. കൊണ്ടുവരും. അതാണ് നമ്മളുടെ പ്രചരണത്തിന്റെ പ്രധാന ഭാഗം. പാലം കൊണ്ടുവരും, ഹോസ്പിറ്റൽ കൊണ്ടുവരും, അത് കൊണ്ടുവരും, ഇത് കൊണ്ടുവരും. അല്ല മെമ്പറെ, നാളെ നാട്ടുകാർ നമ്മളോട് ചോദിക്കില്ലേ? ചോദിക്കട്ടെ. 5 വർഷം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വരും. അപ്പൊ നമ്മൾ പറയും അത് കൊണ്ടുവന്നില്ലേ, ഇത് കൊണ്ടുവന്നില്ലേ, മറ്റേത് കൊണ്ടുവന്ന നമ്മളല്ലേ. അതെ, ഇങ്ങോട്ട് വന്നേ. പിള്ളേർക്ക് വോട്ടൊന്നുമില്ല. ഇത്തവണ വോട്ട് നമുക്ക് ചെയ്യില്ലേ? നമ്മൾ ഈ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, തദ്ദേശ പോരതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഇനിയിപ്പോ വഴക്കിനൊന്നും പോകാൻ നിൽക്കണ്ട. കഴിഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. നമുക്കിനി ജയിച്ചേ പറ്റൂ. ഞാനിവിടെ ഇലക്ഷൻ നിൽക്കാന്ന് വിചാരിച്ച തന്നെ നമ്മളെ കൊണ്ട് നാട്ടുകാർക്കും നാടിനും വല്ല ഗുണം ഉണ്ടാകുന്നേ ഉണ്ടാകട്ടെന്ന് വെച്ചിട്ടാ. ഇതിപ്പോ അതുകൊണ്ട് ബാക്കിയുള്ളതിന്റെ ഇരിക്കാൻ പൊറുതിയില്ലാതായി. പക്ഷെ ഇവക്കൊരു ഫയർ ഇല്ലല്ലോടാ. ഇതൊക്കെ വെറും ഓവർ നന്മയാണ്. എനിക്കറിയത്തില്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അറിയോ, നാളെയാണ് കുട്ടിക്കലാശം. കുട്ടിക്കലാശത്തിന് ആവേശം പകരാൻ നിന്റെ അച്ഛൻ വരരുത്. നേതാവ് വന്നില്ലെങ്കിൽ പാർട്ടി അണികളെല്ലാം മാനസികമായി തളരും. ഉത്തരവാദിത്തം ഇല്ലാത്ത നേതാവിനെ ആര് വോട്ട് ചെയ്യും? എങ്ങനെ വരായിരിക്കും എന്ന് പറ. നൈസായിട്ട് എന്റെ അച്ഛൻ ഉറക്കാം. സ്ലീപ്പിംഗ് പിൽസ് കൊടുത്ത് ഉറക്കുന്ന കാര്യം. അച്ഛൻ ഉറങ്ങട്ടെ. അതെ, ഇത് എന്റെ നാടിനു വേണ്ടി. അച്ഛാ, എന്താ മോനെ? കുട്ടിക്കലാശത്തിന് പോവായിരിക്കല്ലേ? അതെ. കുറച്ച് പാല് പിടിച്ചിട്ട് പോവാ. ഗുഡ് നൈറ്റ് ഡാഡി. അച്ഛനോടെ നോക്കിട്ടാടാ. അച്ഛനെന്തി പുറത്തോട്ടിറങ്ങിയായിരുന്നല്ലേ? കുട്ടിക്കലാശി കണ്ടില്ലല്ലോ. ഇവിടെ ആരുമില്ല. ചേട്ടൻ ചെല്ല്. അച്ഛൻ ആ ജംഗ്ഷനിൽ കാണും. അച്ഛൻ ഇവിടെ ഇല്ല. അച്ഛനെ ഞാൻ കണ്ടില്ല. പ്രിയ കൊട്ടിക്കലാശം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയയുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ലൈവ് പോകണം. വീട് കയറി ആക്രമിച്ചത് ഉൾപ്പെടെ ഫുൾ പറയണം. അതൊന്നും വേണ്ട ജയ. വേണമെന്ന് നാട്ടുകാരെല്ലാം അറിയട്ടെ എന്ന്. നമസ്കാരം, ഞാൻ പ്രിയയാണ്. നാടിന് നന്മ ചെയ്യണമെന്ന് പറഞ്ഞിറങ്ങിയ നിങ്ങളിൽ ഒരാളാണ് ഞാൻ. മറ്റന്നാൾ വിധി എഴുതുക 7 ജില്ലകൾ. വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ, പ്രതീക്ഷയിൽ മുന്നണികൾ. എടാ കുലംകുത്തി, നീ കലാശക്കൊട്ടിന് അച്ഛനെ ഉറക്കിക്കെടുത്തല്ലേടാ? എന്റെ സ്വന്തം അച്ഛൻ. ഞാൻ ചിലപ്പോ ഉറക്കും കിടത്തും ഒരു ഉമ്മയും കൊടുക്കും. നീ പോടി. ഇലക്ഷൻ റിസൾട്ട് വന്നിട്ടേ നമുക്കൊന്ന് കാണണം. ആ റിസൾട്ട് വരുമ്പോഴേ നീ കരയും. കരയം കൊണ്ട് ആരാന്ന് നമുക്ക് കാണാം. നീ ഇതങ്ങോട്ട് ബാഗ് ആയിട്ട്. പാർട്ടിക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസത്തേക്ക് മാറി. നീ വേണേ മാറിക്കോ. ട്രെയിനിന് സമയമായി. വീണ്ടും നേതാക്കന്മാർ ജയിച്ചു, അണികൾ തോറ്റു. അച്ഛാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നമ്മൾ ജയിക്കുള്ളൂന്ന്. കേട്ടില്ലേ? അച്ഛന്റെ മോനിപ്പോ എവിടെ? അച്ഛൻ്റെ കൂടെ നിന്നാ മാത്രം മതി, ഞാൻ ഭരിച്ചോളാം. വേണ്ട മോളെ, ഇനി ഞാൻ ഭരിച്ചോളാം. നീ ആ ചവറ്റുകൊട്ടെ കളഞ്ഞ കുറേ നാട്ടുകാരുടെ നിവേദനങ്ങളില്ലേ, അതൊക്കെ ഞാൻ വായിക്കും, പരിഹാരം ഉണ്ടാക്കും. മോള് കുറേ അഴിമതി ചെയ്തതല്ലേ,
ഇനി അച്ഛൻ നാട്ടുകാർക്ക് വേണ്ടി കുറച്ച് നല്ലത് ചെയ്യട്ടെ. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ഇവിടെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല ആൾക്കാർ ഇലക്ഷൻ ചെയ്യുന്നത്. പിന്നെ പാർട്ടികളോട് ഒരുപക്ഷം ആൾക്കാർക്കുള്ള കപട വിശ്വാസം ആളവള് കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന് പോയിക്കോട്ടോ. ഹേ പൊളിറ്റീഷ്യൻ, തോറ്റു പോയല്ലോടോ. അടുത്ത പ്രാവശ്യം ജയിപ്പിക്കും. 5 വർഷം കഴിഞ്ഞിട്ടല്ലേ, സാരമില്ലടോ. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തില്ലേ, നമുക്ക് അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. പോരെ? എന്നാ ശരി. പ്രിയ അപ്പൊ പ്രേമിക്കില്ലല്ലേ? അതിപ്പോ തോറ്റുപോയില്ലേ, എന്നാ സാരമില്ല. അഞ്ചോട്ടിനല്ലേ. പ്രിയന്റെ മകൻ അജയനോട് ഞാൻ എൻ്റെ നയം വ്യക്തമാക്കാം. എനിക്കിഷ്ടാണ്. ശരിക്കും ശരിക്കും